രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു യുവ നേതാവിനെതിരെ ഉയർന്നു വരുന്നത്. അവിടെയാണ് അദ്ദേഹം ഇങ്ങനെ വിക്ടിം കളി കളിക്കുന്നത്, വിക്ടിമൈസ് ചെയ്യുന്നത്. പരിഹാസം, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾ ഈ പ്രസ്ഥാനമാണ് അയാൾക്ക് വലുത്, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെയും കുറച്ച് മുൻപുമായി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതിന് കൂടാതെ ഒരു പ്രതികരണം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. സ്വയം വിക്ടിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, പാലക്കാടാണ് ഇപ്പോൾ വിവാദങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. പാലക്കാടിന്റെ MLA-ക്കെതിരെയാണ് ഇപ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോഴും ഇന്ന് മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിസന്നദ്ധത അറിയിച്ചിട്ടില്ല. KPCC നേതൃത്വം ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാജിക്കോ ഒന്നിനും തയ്യാറല്ലെന്നാണ് പറയുന്നത്. പാലക്കാട് BJP-യുടെ നേതൃത്വത്തിലും ഇടതുപക്ഷ LF-ന്റെ നേതൃത്വത്തിലും DYFI അടക്കമുള്ള യുവജന സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം കടുക്കുകയാണ്. അവിടെ ആ തരത്തിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതും. പാലക്കാടിന്റെ MLA-ക്ക് രാജിവെക്കേണ്ടി വരുമോ? അഖില, രാഹുൽ കാര്യങ്ങൾ തിരിച്ചു പറയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിന് ശേഷം, മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതും രാഹുൽ ഗാന്ധിയെ കൊട്ട് ചെയ്തുകൊണ്ടാണ്, രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ രാഹുൽ ഇൻഡയറക്റ്റായി പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത്, പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടി നടന്നവർ വിമർശകരായി മാറി, അത്തരത്തിൽ കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്, പദവികൾക്കപ്പുറം അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് രാഹുലിൻ്റെ തന്നെ വാക്കുകളാണ്. രാഹുലിന് പറയാനുള്ളതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ അഖിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തനിക്ക് ഈ വിഷയത്തിൽ വിശദീകരിക്കാൻ കാരണങ്ങളുണ്ട്. തനിക്കെതിരെ ഉയർന്നത് ആരോപണങ്ങൾ മാത്രമാണ്. ആ ആരോപണങ്ങൾക്ക് തൻ്റെ ഭാഗത്ത് കുറേയധികം കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ഓഡിയോ സംഭാഷണങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ കേൾപ്പിക്കുകയും അതിനുശേഷം പ്രതികരണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത്. പക്ഷേ അതിനുശേഷം അയാൾ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഇത്തരത്തിൽ ഏകപക്ഷീയമായ അക്രമങ്ങൾക്ക് ആണ് തനിക്കെതിരെ നടക്കുന്നതെന്ന് പറയാനുള്ള ശ്രമമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഈ ഒരു ആരോപണം മാത്രമല്ല രാഹുലിനെതിരെയുള്ളത്. നിരവധിയായിട്ടുള്ള സ്ത്രീകൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, തങ്ങൾ നേരിട്ട വിഷമങ്ങൾ, നേരിട്ട സമാനതകളില്ലാത്ത അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ തുറന്നു പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അതിനൊന്നും രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല. ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കാതെ ഇമോഷണലായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഒരു കോൺഗ്രസ്സുകാരനാണ് താൻ എന്നുള്ള അവസാനത്തെ വാക്കാണ് രാഹുൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സംഘടനയോടുള്ള ഒരു താനിപ്പോൾ ഏകപക്ഷീയമായി ആണ് തനിക്കെതിരെ അക്രമങ്ങൾ നടത്തുന്നതെന്നും തന്നെ ഇത്തരത്തിൽ സ്ഥാനത്തു നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറി നിന്നിട്ട് പോലും ഇത്തരത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുലിന്റെ ഈ മറുപടി. മാത്രമല്ല, അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ഒരു കാര്യം മാത്രം ആണ് രാഹുൽ വിശദീകരിച്ചിട്ടുള്ളത്. അത് നേതൃത്വത്തിനോട് തനിക്ക് ഈ വിഷയത്തിൽ പറയാൻ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വെക്കാനുള്ള ശ്രമം കൂടിയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ കൂടിയാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ കൂടുതൽ അവതരിപ്പിക്കാനുള്ള ശ്രമം, അതായത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ. ഇനിയും സ്വാഭാവികമായും രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നത്, ഈ ഉയർന്ന നിരവധിയായിട്ടുള്ള പരാതികളെക്കുറിച്ച്, ഗൗരവകരമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത ഓഡിയോ സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. അത്തരം ഓഡിയോ സന്ദേശങ്ങളോട് ഒരു വാക്കുകൊണ്ട് പോലും രാഹുൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്. ആ പ്രതികരണമാണ് ഉണ്ടാവേണ്ടത്. അത് സ്വാഭാവികമായും രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അവിടെയാണ് രാഹുൽ തന്റെ ഭാഗം പറയാനുള്ളൊരു ശ്രമം ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഇതിലൂടെ തനിക്ക്
അനുകൂലമായി ഉണ്ടാക്കിയെടുക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. ഇതിനോടകം തന്നെ വിവിധ ജില്ലയിൽ നിന്ന് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ചില ആളുകളൊക്കെ രംഗത്തെത്തിയിരുന്നു. അത് കൂടുതൽ ശക്തമാക്കാനുള്ളൊരു ശ്രമമാണ് ഈ ഇടപെടലിലൂടെ രാഹുൽ നടത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലം കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. അഖില, അജിത്ത്, ഒരു ഇരവാദം ഉന്നയിക്കുന്ന മട്ടിൽ തന്നെയായിരുന്നു, ആ ശരീരഭാഷയിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷമാണ് ഈ പോസ്റ്റ് വരുന്നത്. ഈ പോസ്റ്റിലും അതേ തരത്തിൽ ഇരവാദം ഉന്നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്രയധികം സ്ത്രീകളെ ഇരയാക്കിയെന്ന ആരോപണങ്ങൾ വരുമ്പോൾ, ആ ഇരയാക്കിയ സ്ത്രീകൾ അതിജീവിതകളായി തങ്ങൾ നേരിട്ടിരുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ, ഇവിടെ ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വരികയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന നേതാവ്. ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാമെന്നുള്ളൊരു ശ്രമത്തിലാണ് രാഹുൽ, അല്ലേ? തീർച്ചയായും അഖില, അങ്ങനെ തന്നെ വേണം കണക്ക് കൂട്ടാൻ. പക്ഷേ ഇരവാദം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഈ കാര്യത്തിൽ നിന്ന് രാഹുലിന് ഏതെങ്കിലും തരത്തിൽ മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രത്തോളം ഗൗരവപരമായിട്ടുള്ള, മുമ്പ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രയും ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നു നിൽക്കുന്നത്. അത് പ്രത്യേകിച്ചും ഓഡിയോ സന്ദേശങ്ങളായി ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുമ്പിലുണ്ട്. ജനങ്ങളാകെ അത് കേട്ടിട്ടുണ്ട്. വൈകാരികമായി തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നിന്ന് രാഹുലിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായി തന്നെ എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം രാഹുലിനുണ്ട്. പക്ഷേ ആ വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിന് പകരം ഇമോഷണലായി ഇരവാദം ഉന്നയിച്ചുകൊണ്ട് താനൊരു കോൺഗ്രസിന് വേണ്ടി അവസാനം വരെ നിലയുറപ്പിച്ച ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകാര്യത നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ രാഹുൽ നടത്തുന്നത്. അത് ഒരു പക്ഷേ ഒരു ചെറിയ നിലക്കെങ്കിലും രാഹുലിന്റെ ആ ഇടപെടൽ വിജയിക്കുമായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ പല ജില്ലകളിൽ നിന്നും ചില പോസ്റ്റുകളൊക്കെ രാഹുലിന് അനുകൂലമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ മെറിറ്റോറിയസ് ആയിട്ടാണ് സമൂഹം ഇതിനെ പൊതുവായി വിലയിരുത്തുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിലുള്ള ഗുരുതരമായ, നമുക്ക് ആലോചിക്കാൻ കഴിയാത്തത്രയും ഹീനമായിട്ടുള്ള കാര്യങ്ങളോടുള്ള രാഹുലിന്റെ ആ ഇടപെടൽ, അതിനുള്ള മറുപടി രാഹുൽ പറയേണ്ടതുണ്ട്. ആ മറുപടി രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറഞ്ഞെങ്കിൽ മാത്രമാണ് പൊതുസമൂഹത്തിന് ഈ വിഷയത്തിൽ ഒരു ചർച്ച തന്നെ അവരുടെ മനോഭാവത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്നും രാഹുൽ തയ്യാറായിട്ടില്ല. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മൗനം വെടിഞ്ഞുകൊണ്ട് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു അജിത്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. അജിത്ത്,